ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഒരു കറണ്ട് അഫെയർ ആണ്. PM ഗതിശക്തിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും PM ഗതിശക്തിയുടെ ആദ്യത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. കുറെ കൂടി ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ PM ഗതിശക്തി പഠിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് ഇന്ത്യൻ ജോഗ്രഫിയുടെ സിലബസ് ആണ്. ഒരു PSC എക്സാമിനുള്ള ഇന്ത്യൻ ജോഗ്രഫിയുടെ സിലബസ് ആണ്. നമ്മുടെ KPSC സ്ട്രാറ്റജി പ്രകാരം, അതായത് കേരള PSC സ്റ്റഡി മെത്തേഡ്, അല്ലെങ്കിൽ എൻ്റെ പേര് കിരൺ ആയതുകൊണ്ട് കിരൺ PSC സ്റ്റഡി മെത്തേഡിൽ നമ്മൾ പഠിക്കുക കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജി ആയിരിക്കും. ഈ വരുന്ന സിലബസിൽ നമുക്ക് നദികൾ, ക്ലൈമറ്റ് എന്നതുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫെയർസ് നമ്മുടെ കയ്യിലുണ്ട്. എന്തെങ്കിലും പുതിയ സൈക്ലോൺ വന്നിട്ടുണ്ടെങ്കിലോ, ഫ്ലഡ്, അതായത് പുതിയ എന്തെങ്കിലും പ്രളയം വന്നിട്ടുണ്ടെങ്കിലോ, അങ്ങനെ എക്സാമ്പിൾ സൈക്ലോൺ ശക്തി. കൃഷിയും ധാതുക്കളും ഇവിടെ കൃഷി, ധാതുക്കൾ, വ്യവസായം, ഊർജ്ജ സ്രോതസ്സുകൾ. അതിൽ കൃഷിയും ധാതുക്കളും ഊർജ്ജ സ്രോതസ്സുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് വരാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്, അതായത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്, ഏറ്റവും കൂടുതൽ നെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്, അങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ് നമുക്കതിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അത് ഒരു 2023 തൊട്ട് 25 വരെയുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ പഠിക്കേണ്ട കാര്യമുള്ളത്. റോഡ്, റെയിൽ, ജല ഗതാഗതം ആണെങ്കിൽ ഓക്കെ, അതിൽ ആദ്യത്തെ കറണ്ട് അഫെയർ ആണ് PM ഗതിശക്തി പ്രോഗ്രാം. ഇനി എന്തുകൊണ്ടാണ് PM ഗതിശക്തി പ്രോഗ്രാം കറണ്ട് അഫെയർ എന്നായി ചോദിച്ചു കഴിഞ്ഞാൽ, 2021 ഈ പ്രോഗ്രാം വന്നിരിക്കുന്നതെങ്കിലും 25 ഈ പ്രോഗ്രാമിന്റെ ഫേസ് നമ്മൾ ഒന്ന് എൻഡ് ചെയ്യാൻ പോകുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോഗ്രാം 2047 വരെ നടക്കും എന്നാണ് എന്താ പറയുക, പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. പുതിയൊരു ഭാരത് ഉണ്ടാക്കുക, ഇന്ത്യ 2.0 ഉണ്ടാക്കുക എന്നതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൂടാതെ ലോജിസ്റ്റിക്സ് ഇൻഡെക്സ് വേൾഡ് ബാങ്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും. അതിൽ നമ്മുടെ റാങ്ക് ഉയർത്തുക എന്നുള്ളതും നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടിയുള്ള പ്രോഗ്രാമാണ് PM ഗതിശക്തി പ്രോഗ്രാം. ഇതുകൊണ്ടാണ് അത് കറണ്ട് അഫെയർ ആയിരിക്കുന്നത്. റെയിലാണെങ്കിൽ ചിനാബ്, അഞ്ചിഗഡ് ബ്രിഡ്ജ്, പാമ്പൻ റെയിൽവേ ബ്രിഡ്ജ്, അതൊക്കെ നമുക്ക് കറണ്ട് അഫെയർസ് ആയിട്ട് വരുന്നതായിരിക്കും. എയറിലാണെങ്കിൽ എയർ ഇന്ത്യ 171 ഫ്ലൈറ്റ് ക്രാഷ് ആയല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ പറയാനുള്ളത്? റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. അപ്പൊ റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ മൊത്തമായിട്ട് PM ഗതിശക്തി പ്രോഗ്രാമും, റെയിലില് ചിനാബ് അഞ്ചിഗഡ് ബ്രിഡ്ജും പാമ്പൻ റെയിൽവേ ബ്രിഡ്ജും, എയറിൽ ഇന്ത്യ ഫ്ലൈറ്റ് 171 സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് അല്ല ഇവിടെ ഉള്ളത്. ഇനി കറണ്ട് അഫയേഴ്സ് ഇല്ലാത്ത ഭാഗങ്ങളും ഉണ്ട്. ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവരുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ നദികളുണ്ട്. ഓക്കെ അല്ലെ, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ടോപ്പിക് കറണ്ട് അഫയേഴ്സ് ഉണ്ടാവില്ല. അപ്പൊ കറണ്ട് അഫയേഴ്സ് ഉള്ളത് മാത്രം എന്ത് ചെയ്യണം? പിക്ക് ചെയ്തെടുക്കണം. ആ പിക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ എന്തുള്ളത്, ആക്ച്വലി സ്മാർട്ട് വർക്ക് ആയിട്ടുള്ളത്. ആ സ്മാർട്ട് വർക്ക് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. സർ, കഥാപ്രസംഗം മതിയാക്കൂ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിലോട്ട് പോകാം. ശരി, പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടാവുമല്ലോ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് പറയേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ PM ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാനിന്റെ രണ്ടാമത്തെ പാർട്ട് 2 ആൻഡ് ഫൈനൽ പാർട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ എൻ്റെ പേര് കിരൺ. @കിരൺ സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. @കിരൺ സ്റ്റഡി സർക്കിൾ 1 2 3 എന്ന് പറഞ്ഞിട്ട് ഡിഗ്രി ലെവലിന് ഒരു ചാനലുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫൈൻ. സോ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയെടുത്താണ് തുടങ്ങുന്നത്. PM ഗതിശക്തി പ്രോഗ്രാമിന് 4 പ്രധാനപ്പെട്ട സംയോജിത പദ്ധതികളുണ്ട്. 4 പ്രധാനപ്പെട്ട സംയോജിത പദ്ധതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, PM ഗതിശക്തി നമ്മൾ എന്താണ് ഇപ്പൊ പറഞ്ഞ് ഡിസ്കസ് ചെയ്തത്? റോഡ്. ഓക്കെ, റോഡാണെങ്കിൽ നമുക്ക് വേണം ഭാരത്മാല. ഓക്കെ, അടുത്തതാണ് എന്ത്? ജലഗതാഗതം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണം സാഗർമാല. ഇനി ജലഗതാഗതം എന്ത് ചെയ്യണം? ഉള്ളിലൂടെ, അതായത് നാട്ടുംപുറങ്ങളിലൂടെ പോകുന്ന പാതകളാണെങ്കിൽ ഉൾനാടൻ ജലപാത. ഓക്കെ, അടുത്തത് വ്യോമം. അപ്പൊ നമുക്ക് എന്തായി? ഉഡാൻ പദ്ധതി. ഓക്കെ, ഇങ്ങനെ 4 പദ്ധതികളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? PM ഗതിശക്തി പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ റോഡ് വികസിപ്പിക്കണം, റെയിൽവേ വികസിപ്പിക്കണം, പോർട്ട് വികസിപ്പിക്കണം, എയർപോർട്ട് വികസിപ്പിക്കണം, വിമാനം ഉണ്ടാക്കണം, ഇങ്ങനെ ഒരുപാട് പരിപാടികൾ ഉണ്ടല്ലോ. ഓക്കെ, ഈ പരിപാടികളെല്ലാം നമ്മൾ 4 പ്രധാനപ്പെട്ട പദ്ധതികളായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഉൾനാടൻ ജലപാതകൾ കുറെ കൂടെ തിയറിറ്റിക്കലാണ്.
അപ്പൊ നമുക്കത് തിയറി പാർട്ടിൽ നമുക്കത് പഠിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഭാരത്മാല, സാഗർമാല, ഉഡാൻ. ഇത് നമ്മുടെ കറണ്ട് അഫയേഴ്സുമായിട്ട് വരുന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ കണ്ട ഉടനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പദ്ധതിയാണ് ഭാരത്മാല. ഭാരത്മാലയിൽ കാര്യം മനസ്സിലായി, എന്താണ്? റോഡാണ്, റോഡ് ടു പ്രോസ്പെറിറ്റി. അപ്പൊ നമ്മുടെ റോഡ് എന്താവണം? ഏറ്റവും ബെസ്റ്റ് ആവണം. അതിനു വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയുടെ പേരാണ് ഭാരത്മാല. അപ്പൊ എന്താണ് ഭാരത്മാലയുടെ ലക്ഷ്യങ്ങൾ? ഓക്കെ, റോഡ് നന്നായാൽ എന്താ ഗുണം? സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വളരെ ബെറ്റർ ആയിട്ട് എത്തും. ഓക്കെ, 2, നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് പോകാം. അപ്പോൾ അതന്നെയാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. ഫോർ എക്സാമ്പിൾ, റോഡിൽ കുണ്ടും കുഴിയൊക്കെ ആണെന്ന് വിചാരിക്കൂ. ഓക്കെ, നമുക്ക് എങ്ങനെയാ നല്ല രീതിയിൽ പോകാൻ പറ്റുക? സമയം എടുക്കില്ലേ? ബ്ലോക്ക് ഉണ്ടാവില്ലേ? പിന്നെ കുണ്ടും കുഴിയുള്ള റോഡിൽ പോവുകയാണെങ്കിൽ നമ്മുടെ കാറും ബൈക്കും ഒക്കെ പെട്ടെന്ന് കേട് വരില്ലേ? ഓക്കെ, നല്ല റോഡും നല്ല ഒരു ഗതാഗത സംവിധാനവും ഒരു ബേസിക് ആയ ഒരു ആവശ്യമല്ലേ? ഓക്കെ, ആ ആവശ്യം തന്നെ എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ഭാഗത്തേക്കും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അത് കഴിയാൻ വേണ്ടി ഉണ്ടാക്കിയ പദ്ധതിയുടെ പേരാണ് ഭാരത്മാല. ഓക്കെ, ഈ ഭാരത്മാലയിൽ നിങ്ങൾ റോഡ് ഉണ്ടാക്കുന്നു വിചാരിക്കൂ, എത്ര പേർക്കാണ് അത് ജോലി കൊടുക്കുന്നത്? എഞ്ചിനീയർമാർ തൊട്ട് വർക്കേഴ്സ് വരെ ഒരുപാട് ആളുകൾക്ക് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകമായിട്ട് ഭാരത്മാലയിൽ പറയുകയാണെങ്കിൽ റോഡ് വികസന പ്രവർത്തനങ്ങൾ നമുക്കത് ഹെൽപ്പ് ചെയ്തില്ലേ? അതേപോലെ ഒരു റോഡ് കണക്ടിവിറ്റി ഉണ്ടാവില്ലേ? നേരത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഫോർ എക്സാമ്പിൾ എൻ്റെ വീട് പാലക്കാട് ആയതുകൊണ്ട് പാലക്കാട് തൃശ്ശൂർ പാതയിൽ കുതിരാൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ആ കുതിരാനിലെ ബ്ലോക്ക് വളരെ ഫേമസ് ആയിരുന്നു. ഇപ്പൊ അവിടെ റോഡ് ശരിയായപ്പോൾ നേരത്തെ പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് 45 കിലോമീറ്ററോളം ഉണ്ടെങ്കിൽ, അതായത് ഒരു 70 കിലോമീറ്റർ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് 4 അവർ വരെ എടുത്തിരുന്ന സമയം ഇപ്പൊ ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് നമുക്കത് പോയിട്ട് വരാൻ പറ്റും. വളരെ ഈസി ആയിട്ട് പോയിട്ട് വരാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾക്കും ഈ അടുത്ത കാലഘട്ടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റോറീസ് ഇതുപോലെ പറയാനുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെല്ലാം ഈ ഒരു വികസനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പദ്ധതിയാണ്. ഇതിന്റെ ഭാഗമായിട്ട് 550 ജില്ലകളെ ദേശീയ പാത വഴി നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്? ബന്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഭാരത്മാല പദ്ധതിയുടെ ലക്ഷ്യം? ലക്ഷ്യം നമ്പർ 1, ചരക്കുകളെയും ആളുകളെ എന്ത് ചെയ്യുക? കാര്യക്ഷമമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തിക്കുക. നമ്പർ 2, ഒരുപാട് ജോലി അവസരം എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. നമ്പർ 3, നല്ല കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുക. നമ്പർ 4, 550 ജില്ലകളെ എന്ത് ചെയ്യുക? ദേശീയ പാതകൾ വഴി ബന്ധിപ്പിക്കുക. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. അപ്പൊ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്കുകൾ ഉണ്ടാക്കുക എന്നുള്ളത് ഈ ഭാരത്മാലയുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. അതേപോലെ വികസന ഇടനാഴികൾ ഉണ്ടാക്കുക എന്നുള്ളതും ഭാരത്മാലയുടെ പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്താണ് ഈ ലോജിസ്റ്റിക് പാർക്ക്? എന്താണ് ഈ വികസന ഇടനാഴി? ഇതിനു വേണ്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എക്സാമ്പിൾ എപ്പോഴും കേരളത്തിൽ നിന്നും ബാംഗ്ലൂർ ആയിരിക്കും. കേരളം തൊട്ട് ബാംഗ്ലൂർ വരെ പോകുന്ന ആ ഒരു റെയിൽവേ പാതയുണ്ട്. ആ ഒരു റോഡ് വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെങ്കിൽ അല്ലെ, ആ റോഡിന്റെ ഇടയിൽ നമുക്ക് റെസ്റ്റ് ഷോപ്പുകളായിട്ട് ഒരുപാട് ഹോട്ടൽസ്, ഒരുപാട് സ്നാക്ക് ഷോപ്സ്, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അവരുടെ ബിസിനസ് എന്താവുന്നതായിരിക്കും? വളരുന്നതായിരിക്കും. കൂടുതൽ ബസ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആ ബസ്സുകൾ എന്ത് ചെയ്യുന്നതായിരിക്കും? വളരുന്നതായിരിക്കും. മലയാളികളും ബാംഗ്ലൂരും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. ആ ഡിമാൻഡ് മീറ്റ് ചെയ്യാനും സമയത്തെത്താനും എല്ലാം ഇത് ആരെ സഹായിക്കും? ആളുകളെ സഹായിക്കും, ബിസിനസിനെ വളർത്തും. അപ്പൊ ഇടനാഴി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത സ്ഥലം കാണുന്നു, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാണുന്നു. അതൊരു ബിസിനസ് ഇടനാഴിയായി വളർന്നു കഴിഞ്ഞുള്ള ഗുണം എന്താ? ഈ ഒരു വഴിയുണ്ട്, ഈ ഒരു വഴിയിലൂടെ എത്ര ബിസിനസ്സാണ് ഇപ്പോൾ വളർന്നത്? ഞാൻ തന്നെയല്ലേ ഇത്രയും ബിസിനസ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സാർ അപ്പൊ ഇന്ത്യയിലുള്ള എത്ര ഇടനാഴികൾ ഇങ്ങനെയുണ്ട്? ഒരുപാട് ഇടനാഴികൾ നമ്മൾ പഠിക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. ഈ ഭാരത്മാല പദ്ധതിയുടെ ഭാഗമായിട്ട് നിങ്ങൾ 1 EDFC, 2 WDFC എന്നുള്ള 2 ഇടനാഴികൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. EDFC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രീറ്റ് കോറിഡോർ എന്നാണ് അർത്ഥം. WDFC എന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രീറ്റ് കോറിഡോർ എന്നാണ് അർത്ഥം. അല്ലേ? സോ അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 ഈസ്റ്റേൺ സൈഡിലുള്ളത്, 1 വെസ്റ്റേൺ സൈഡിലുള്ളത്. സാർ അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ലുധിയാന എന്ന് പറഞ്ഞ സ്ഥലം മുതൽ, ലുധിയാന മുതൽ സോണിഗർ വരെ 1337 കിലോമീറ്റർ ഉള്ള ആ ഒരു റോഡ് ഇടനാഴിയെ വിളിക്കുന്ന പേരാണ്
EDFC. ഓക്കെ, EDFCയുടെ ഫുൾ ഫോം എന്തായിരുന്നു? ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രീറ്റ് കോറിഡോർ. അതിൽ ഫ്രീറ്റ് എന്ന വാക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫ്രീറ്റ് എന്ന് വെച്ചാൽ അർത്ഥം ചരക്ക് ഗതാഗതം എന്നാണ് അർത്ഥം. അപ്പൊ ഈ ഒരു പാതയിൽ, ഏത് പാതയിൽ? ലുധിയാന മുതൽ സോണിഗർ വരെയുള്ള ഈ പാതയിൽ നമുക്ക് ചരക്കുകളുടെ ഗതാഗതം വളരെ ഈസി ആയിരിക്കും, വളരെ ബെറ്റർ ആയിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ പാതയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ലോറികൾ ഓടുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് ലോറികൾ ഓടുമ്പോൾ അവിടെ വർക്ക്ഷോപ്പ്, അവിടെ ഖാന, അതായത് എന്താ പറയാ, ഭക്ഷണം കഴിക്കാനുള്ള പ്രദേശങ്ങൾ, അങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾ എന്ത് ഉണ്ടാവും? വളരുന്നുണ്ടാവും. അപ്പൊ ഈ ഒറ്റ പാതയിലൂടെ ഒരുപാട് പേർക്ക് എന്ത് കിട്ടുന്നുണ്ട്? നേരിട്ടോ അല്ലാതെയോ ജോലി സാധ്യത കിട്ടുന്നുണ്ട്. ആ ഒന്നാമത്തെ പാതയാണ് EDFC. ഓക്കെ, ലുധിയാന ടു സോണിഗർ. രണ്ടാമത്തെ പാതയാണ് WDFC. അത് ജവഹർലാൽ നെഹ്റു പോർട്ട് ടെർമിനലും ദാദ്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1506 കിലോമീറ്റർ ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട വ്യാപാര കോറിഡോർസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കുറവ് ഇന്ത്യയുമായി കണക്ടിവിറ്റി ഉള്ള സ്ഥലത്തിന്റെ പേരാണ് വടക്ക് കിഴക്കൻ മേഖല. സാർ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഇന്ത്യയുടെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു അറ്റത്തായിരിക്കും നോർത്ത് ഈസ്റ്റ് ഉണ്ടാവുക. ഇവിടെയുള്ള ആളുകളെ കുറിച്ചും ഇവിടെ നമ്മൾ അങ്ങോട്ട് പോകുന്നതും വരുന്നതും എല്ലാം വളരെയധികം പ്രശ്നമുള്ള സിറ്റുവേഷൻ ആണ്. ഓക്കെ, പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല, വരാൻ പറ്റില്ല, ഒരു കണക്ടിവിറ്റി പ്രോബ്ലം വളരെയധികം കൂടുതലുണ്ട്. അവിടെയുള്ള ആളുകൾ ഇന്ത്യയിലോട്ട്, ഇന്ത്യയുടെ മധ്യഭാഗത്തോട്ട് വരാനും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലൊക്കെ വരാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. സൗത്ത് ഇന്ത്യ പോട്ടെ, അവർക്ക് കാശ്മീർ വരെയുള്ള ആ ഭാഗത്ത് പോകാൻ എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇവർക്ക് ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റി കൊടുത്ത് അവരുടെ അവിടെ തനതായ സംസ്കാരവും ഒരുപാട് നല്ല നല്ല പ്രൊഡക്ട്സും ഉണ്ടാവും. അത് എവിടേക്ക് എത്തിക്കണം? ഇന്ത്യയിലേക്ക് എത്തിക്കണം. ഇനി അത് റോഡിലൂടെ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഉൾനാടൻ ജലപാതകളിലൂടെയെങ്കിലും എത്തിക്കുക. അപ്പൊ നമ്മൾ ഭാരത്മാല പഠിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്ച്വലി റോഡിലൂടെ എത്തിക്കാൻ വേണ്ടി നോക്കും. ഈ വടക്ക് കിഴക്കൻ മേഖലയിലെ പ്രധാന സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളുമായിട്ടും ഇന്ത്യയിലെ പ്രധാന പട്ടണങ്ങളുമായിട്ടും ഒരു ബന്ധം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ ബന്ധത്തിനെ വിളിക്കുന്ന പേരാണ് വടക്ക് കിഴക്കൻ സാമ്പത്തിക ഇടനാഴി. ഇപ്പൊ നിങ്ങൾക്ക് സാമ്പത്തിക ഇടനാഴി എന്താണെന്നുള്ളത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ അല്ലെ? ഇതാണ് നോർത്ത് ഈസ്റ്റ്. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ പോയി, ഇതിങ്ങനെ ജമ്മു കാശ്മീർ പോയി, ഇതിങ്ങനെ ഗുജറാത്ത് വരെ, രാജസ്ഥാൻ തൊട്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ നിന്ന് ഇതാ ബീഹാർ ഉണ്ട്, ഇതാ ഇവിടെ ഉത്തർപ്രദേശ് ഉണ്ട്, ഇവിടെ ഉത്തരാഖണ്ഡ് ഉണ്ട്, ഹിമാചൽ പ്രദേശ് ഉണ്ട്, ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ട്, പഞ്ചാബ് ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്. ഇവിടെ രാജ്യങ്ങളുണ്ട്, നേപ്പാൾ ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്. ഇവരെ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഭാരത് മാലയുടെ പ്രധാനപ്പെട്ട പദ്ധതിയുടെ പേരാണ് വടക്ക് കിഴക്കൻ സാമ്പത്തിക ഇടനാഴി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ? എന്തുകൊണ്ടാണ് നമ്മൾ വടക്ക് കിഴക്കിനെ ഇത്രയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ മാപ്പ് എപ്പോഴും ഇതുവരെ ഉണ്ടാവുള്ളൂ. ഓക്കെ, മാപ്പ് ഇങ്ങോട്ട് ഇല്ല എന്നൊന്നും ഞാൻ കിരൺ സാർ പറഞ്ഞൊന്നും പറയരുത്. അതായത് നമ്മൾ പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക ഈ ഏരിയയിലായിരിക്കും. ഇങ്ങോട്ടുള്ളവർക്ക്, അതായത് നോർത്ത് ഈസ്റ്റുകാർക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും. അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭാരത് മാല പരിയോജന പ്രകാരം വടക്ക് കിഴക്കൻ സാമ്പത്തിക ഇടനാഴി കൊണ്ടുവരുന്നത്. അപ്പൊ എന്താണ് ഈ സാമ്പത്തിക ഇടനാഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോഡ് വന്നു വിചാരിക്കേ, ഇതിലൂടെ ഒരുപാട് ആളുകൾ, ഒരുപാട് വണ്ടികൾ വരുന്നു വിചാരിക്കുമോ? ഓക്കെ അല്ലെ? ആ റോഡിന്റെ രണ്ട് ഭാഗത്തും എത്ര ബിസിനസ് ഉണ്ടാവുക? കറക്റ്റ് അല്ലേ? അതേപോലെ ഈ റോഡ് കെട്ടാൻ വേണ്ടിയിട്ട് എത്ര ആൾക്കാർ തൊഴിൽ കിട്ടുക? ഓക്കെ, അപ്പൊ ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു പരിപാടിയായിട്ടും ഒരുപാട് ബിസിനസ് വളർന്ന പരിപാടിയായിട്ട് ഇത് വളരില്ലേ? അതുകൊണ്ട് തന്നെ വിളിക്കുന്ന പേരാണ് സാമ്പത്തിക ഇടനാഴി. ഓക്കെ, ബ്രഹ്മപുത്ര നദിയിൽ 7 ജലപാത ടെർമിനലുള്ള ഒരു മൾട്ടി മോഡൽ ചരക്ക് ഗതാഗതം. സാർ, എന്തൊക്കെ സ്ഥലങ്ങളാണ്? ദുബ്രി, സിൽഘട്ട്, വിശ്വനാഥ് ഘട്ട്, നൈമതി, ദിബ്രുഗഡ്, സെൻഗജൻ, ഒറിയങ്ക് ഓക്കെ എന്നീ വരുന്ന സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ ബ്രഹ്മപുത്ര നദിയിൽ 7 ജലപാത ടെർമിനലിലൂടെയുള്ള ഒരു മൾട്ടി മോഡൽ ചരക്ക് ഗതാഗതം ആര് പ്ലാൻ ചെയ്യുന്നുണ്ട്? ഭാരത് മാല പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനു വേണ്ടി നമ്മൾ പുതിയ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്, സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ശാസ്ത്രീയ ആസൂത്രണത്തിലൂടെയും സാങ്കേതിക വിദ്യയിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾ പ്രധാനമായും പഠിച്ചതാരാ? വടക്ക് കിഴക്കൻ മേഖലയാണ്. ഈ വടക്ക് കിഴക്കൻ മേഖലയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ 1 ബംഗ്ലാദേശ്, 2 ഭൂട്ടാൻ, 3 നേപ്പാൾ, 4 മ്യാൻമർ, 5 തായ്ലൻഡ്. ഇവിടെ നോക്കിയേ, ഓക്കെ അല്ലേ? ഈ വടക്ക് കിഴക്കൻ മേഖലയിൽ ഭൂട്ടാൻ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, നേപ്പാൾ ഉണ്ട്.
ഇവിടെ താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാട്ടും, മ്യാൻമറും തായ്ലൻഡും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഭാരത്മാല പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാഷണൽ ലെവലുള്ള പദ്ധതി മാത്രമാണോ? അല്ല മക്കളെ, അല്ല. ഇതൊരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു പദ്ധതിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സാമ്പത്തിക പ്രവർത്തനം വളർത്താൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പദ്ധതിയല്ലേ ഭാരത്മാല പദ്ധതി എന്ന് പറയുന്നത്? അതെ. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെയാ മാപ്പ് ചെയ്യുക? അതിനുവേണ്ടി നമ്മൾ സാറ്റലൈറ്റ് മാപ്പിംഗ് ആണ് ഉപയോഗിക്കുന്നത്, ഉപഗ്രഹ മാപ്പിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സാർ പറഞ്ഞ കാര്യം മനസ്സിലായില്ല? എൻ്റെ മക്കളെ ഒക്കെ ഇവിടുത്തെ പാത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ കൺസ്ട്രക്ഷൻ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഇവരെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, പിന്നീടുള്ള എന്താ പറയാ പാത പൊട്ടുമല്ലോ അല്ലെങ്കിൽ പൊളിയുമല്ലോ, അപ്പോൾ അറ്റകുറ്റപ്പണി ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതെല്ലാം വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോയി സർവേ എടുക്കുന്ന കാലം എടുക്കില്ലേ? അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപഗ്രഹ മാപ്പിംഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഭാരത്മാലയെ നമുക്കൊന്ന് ചുരുക്കി പറഞ്ഞാലോ? ഭാരത്മാല കണക്ടിങ് ഇന്ത്യ ലൈക്ക് നെവർ ബിഫോർ. ഓക്കെ, 34,800 കിലോമീറ്റർ റോഡ് നമ്മൾ എന്ത് ചെയ്തു, ഉണ്ടാക്കി. ഓക്കെ, 5,35,000 കോടി രൂപ നമ്മൾ എന്ത് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, എക്കണോമിക് കോറിഡോർ. ഇപ്പൊ നിങ്ങൾക്ക് എക്കണോമിക് കോറിഡോർ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. സാമ്പത്തിക ഇടനാഴി 9,000 കിലോമീറ്ററിന്റെ സാമ്പത്തിക ഇടനാഴി ഉണ്ടാക്കി. ഇന്റർ കോറിഡോർ ആൻഡ് ഫീഡർ റൂട്ട്. ഓക്കെ, അതായത് 2 സ്ഥലങ്ങൾ കണക്ട് ചെയ്യുന്ന റൂട്ടുകൾ 6,000 കിലോമീറ്റർ ഉണ്ടാക്കി. നാഷണൽ കോറിഡോർസ് എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റ്. ഓക്കെ, ഓൾറെഡി ഉള്ള ആ ഇടനാഴികളുടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര കിലോമീറ്റർ ഇംപ്രൂവ് ചെയ്തു? 5,000 കിലോമീറ്റർ ഇംപ്രൂവ് ചെയ്തു. ബോർഡർ റോഡ്സ് ആൻഡ് ഇന്റർനാഷണൽ കണക്ടിവിറ്റി. നേപ്പാൾ ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്, മ്യാൻമർ ഉണ്ട്, തായ്ലൻഡ് ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്. ഓക്കെ അല്ലെ? ആ സ്ഥലങ്ങളിലെ ബോർഡർ സെക്യൂരിറ്റിയും ബോർഡർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2,000 കിലോമീറ്റർ നമ്മൾ എന്ത് ചെയ്തു, റോഡ് ബെറ്റർ ആക്കി. ഓക്കെ, കോസ്റ്റൽ റോഡ്സ് ആൻഡ് പോർട്ട് കണക്ടിവിറ്റി. നമ്മൾ JNPT നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ഓക്കെ അല്ലെ? അതായത് ജവഹർലാൽ നെഹ്റു പോർട്ട്, അവിടെ തൊട്ട് ദാദ്രി വരെ നമുക്ക് എന്തുണ്ട്, കോറിഡോർ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2,000 കിലോമീറ്റർ നമ്മൾ എന്ത് ചെയ്തു, ഇംപ്രൂവ് ചെയ്തു. ഗ്രീൻ ഫീൽഡ് എക്സ്പ്രസ് വേസ്. എക്സ്പ്രസ് ഹൈവേസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്, പോയിട്ടുമുള്ളതാണ്. ഓക്കെ, അങ്ങനെയുള്ള എക്സ്പ്രസ് വേ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 800 കിലോമീറ്റർ എന്ത് ചെയ്തു, പുതിയത് കൺസ്ട്രക്ട് ചെയ്തു. ബാലൻസ് NHDP വർക്ക്സ്. ഓക്കെ, അപ്പോ നമ്മുടെ ബാക്കിയുള്ള റോഡുകളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു 10,000 കിലോമീറ്റർ നമ്മൾ എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു. ഇതിൽ നിങ്ങൾ പ്രധാനമായി നോക്കേണ്ടത് എക്കണോമിക് കോറിഡോർ 9,000 കിലോമീറ്റർ. ഓക്കെ, ബോർഡർ റോഡ്സ് ആൻഡ് ഇന്റർനാഷണൽ കണക്ടിവിറ്റി 2,000 കിലോമീറ്റർ ആൻഡ് ഗ്രീൻ ഫീൽഡ് എക്സ്പ്രസ് വേസ് 800 കിലോമീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. കൂടെ 34,800 കിലോമീറ്റർ എന്തായിരിക്കണം, ടോട്ടൽ റോഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. 5,35,000 കോടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ നമ്പേഴ്സ് എന്ത് ചെയ്യണം, ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ മാല കഴിഞ്ഞു. മാലയുടെ പേരാണ് എന്തുമാല? ഭാരത്മാല. രണ്ടാമത്തെ മാലയുടെ പേരാണ് സാഗർമാല. അപ്പൊ സാഗർമാല എന്ന് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? കപ്പലും പോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് സാഗർമാലയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? നമ്പർ 1, പോർട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഡസ്ട്രിയലൈസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ വിഴിഞ്ഞം പോർട്ട് ഉണ്ടാക്കിയില്ലേ, പോർട്ടുകളെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നില്ലേ? ഓക്കെ അല്ലെ? അങ്ങനെ അത് നമ്മൾ ഇൻഡസ്ട്രിയൽ ചെയ്യുന്നു. അവിടെ നമ്മൾ SEZ കൊണ്ടുവരുന്നു. സാർ എന്താണ് ഈ SEZ എന്ന് വെച്ച് കഴിഞ്ഞാൽ? സ്പെഷ്യൽ എക്കണോമിക് സോൺ കൊണ്ടുവരുന്നു. അപ്പൊ അടുത്ത ഡൗട്ട്, എന്താണ് സാർ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഓക്കെ, അവിടെ നമുക്ക് ഒരു ടാക്സ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. അവിടെ എല്ലാ ഇന്റർനാഷണൽ കറൻസീസ് എന്ത് ചെയ്യുന്നതായിരിക്കും, വരുന്നതായിരിക്കും. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഡെവലപ്മെന്റ് നന്നായിട്ട് വരില്ലേ? അതെ. അങ്ങനെ പോർട്ടുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. പോർട്ടുകളെ ഡെവലപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അതിന്റെ തൊട്ടടുത്ത് മത്സ്യബന്ധന തൊഴിലാളികൾ ഉണ്ടാവില്ലേ? അതിന്റെ തൊട്ടടുത്ത് ഒരുപാട് ജനങ്ങൾ എന്ത് ചെയ്യും, പ്രവർത്തിക്കില്ലേ? അവർക്ക് നമ്മൾ എന്ത് കൊടുക്കും, സ്കില്ല് കൊടുക്കും. അതാണ് കോസ്റ്റൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്. അവർക്ക് നമ്മൾ എന്ത് കൊടുക്കും, ജോലി കൊടുക്കും. ഓക്കെ അല്ലേ? അവർക്ക് പ്രധാനമായിട്ട് അറിയുന്ന ജോലി എന്തിലായിരിക്കും? ഫിഷറീസിലായിരിക്കും. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്, അവർക്ക് പ്രധാനമായിട്ട് അറിയുന്ന ജോലി എന്ന് പറയുന്നത് മീൻപിടുത്തമായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നോക്കുന്നതായിരിക്കും. അടുത്ത കോസ്റ്റൽ ഷിപ്പിംഗ് ആൻഡ് IWT എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി? ഓക്കെ അല്ലേ? കോസ്റ്റൽ ടൂറിസം. കോസ്റ്റൽ ടൂറിസത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ക്രൂസ് ഷിപ്പുകൾ പോവാറില്ലേ? ഇപ്പോൾ പുതിയ കുറെ സിനിമകൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടൂറിസത്തിൽ കണ്ടിട്ടുണ്ടാവും. ഒരു ഷിപ്പിൽ നിങ്ങൾക്ക് പോവാം, ഫുൾ ടൈം ആ ഷിപ്പിൽ ഇരിക്കാം, ഷിപ്പിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ടൂറിസം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട് എന്ന് പറയുന്നത് മോഡേണൈസ് ചെയ്യണ്ടേ? ഓക്കെ, പഴയ പോർട്ടായ പോരല്ലോ. കൊച്ചി പഴയ കൊച്ചിയല്ല. ഓക്കെ, ബിലാൽ എന്തായിരിക്കണം, ബിലാൽ പഴയ ബിലാലാണ് പറഞ്ഞിട്ട് കാര്യമില്ല, ബിലാലും മാറണം.
ഇവിടെ കൊച്ചിയും മാറണം, ബിലാലും മാറണം. ഓക്കെ, കൊച്ചി പഴയ കൊച്ചിയും ആവരുത്, ബിലാല് പഴയ ബിലാലും ആവരുത്. ബിലാൽക്ക് എന്ത് കിട്ടണം? ബിലാൽ പഠിക്കണം മക്കളെ, ബിലാൽ പഠിക്കണം, ബിലാൽ സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യണം. എന്നിട്ട് കൊച്ചി നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം, പോർട്ട് മോഡേണൈസേഷൻ. ഓക്കെ, ഇനി പോർട്ട് കണക്ടിവിറ്റി. ഒരു പോർട്ട് ഉണ്ടാക്കി വെച്ചോണ്ട് കാര്യമില്ലല്ലോ, അവിടേക്ക് റോഡ് വേണ്ടേ, അവിടേക്ക് റെയിൽവേ വേണ്ടേ? ആ റോഡിന് നമ്മുടെ കയ്യിൽ ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതിയുടെ പേരാണ് എന്ത് പദ്ധതി? ഭാരത് മാല പദ്ധതി. ഓക്കെ, അപ്പൊ ഭാരത് മാലയിലൂടെ പോർട്ടിലേക്ക് കണക്ടിവിറ്റി ഉറപ്പുവരുത്തും. സാഗർമാലയിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഈ പോർട്ടിനെ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന പദ്ധതിയുടെ പേരാണ് സാഗർമാല. ഓക്കെ, 7516 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശത്ത് നമ്മൾ എന്ത് കൊണ്ടുവരാൻ പോവാണ്? ആധുനികവൽക്കരണം കൊണ്ടുപോകാൻ പോവാണ്. ഓക്കെ അല്ലെ? യന്ത്രവൽക്കരണം കൊണ്ടുവരാൻ പോവാണ്, കമ്പ്യൂട്ടറൈസേഷൻ കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, ഈ പദ്ധതി 2015 അംഗീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് എന്തിനാ അംഗീകരിച്ച്, എന്തിനാ ഇങ്ങനെ ഒരു പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 4 ലെറ്റർ പറയണം. എന്തൊക്കെയാണ് സാർ 4 ലെറ്റർ? EXIM. സാർ എക്സിം എന്ന് വെച്ചാൽ എന്താ? എക്സ്പോർട്ട് ഇമ്പോർട്ട്, കയറ്റുമതി ഇറക്കുമതി. ഓക്കെ, നല്ലപോലെ കയറ്റുമതി ഇറക്കുമതി ഉണ്ടാവാനും അതിലൂടെ ആഭ്യന്തര വ്യാപാരം കൂടാനും, ഒക്കെ ഇന്ത്യയിലുള്ള ബിസിനസ് കൂടാനും, ലോജിസ്റ്റിക്സ് ചെലവുകൾ എന്ത് ചെയ്യാണ്? കുറയ്ക്കാനും. 2025 ആകുമ്പോഴേക്കും, എല്ലാം 2025 അതാണ് എല്ലാം കറണ്ട് അഫയർ ആവുന്നത്. ഓക്കെ അല്ലെ? 2025 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ വ്യാപാര കയറ്റുമതി എത്ര എത്തണം? 110 ബില്യൺ US എത്താനും, അതേപോലെ 10 ദശലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ, ഓക്കെ അല്ലെ, അങ്ങനെ കൊടുക്കാനുമുള്ള മനോഹരമായ പദ്ധതിയുടെ പേരാണ് സാഗർ മാല പദ്ധതി. ഓക്കെ അല്ലെ? അപ്പൊ സാഗർ മാല പദ്ധതി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന നമ്പർ 1, റെഡ്യൂസിങ് ദ കോസ്റ്റ്. നമ്മൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നതായിരിക്കും? കുറയ്ക്കുന്നതായിരിക്കും. നമ്പർ 2, എക്സിം, എക്സ്പോർട്ട് ഇമ്പോർട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കും? ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലെ? നമ്പർ 3, ലോജിസ്റ്റിക്സ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കുന്നതായിരിക്കും. നമ്പർ 4, നമ്മുടെ കയറ്റുമതി കോമ്പറ്റീവ്നെസ്, എക്സ്പോർട്ട് കോമ്പറ്റീവ്നെസ്, അതായത് കയറ്റുമതിയിൽ നമുക്കുള്ള എന്താണ് ആക്ച്വലി കഴിവ് നമ്മൾ കൂട്ടുന്നതായിരിക്കും. ഇതിനെല്ലാം വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന പദ്ധതിയുടെ പേരാണ് സാഗർ മാല പദ്ധതി. ഓക്കെ, അങ്ങനെ സാഗർ മാല പദ്ധതിയുടെ ഭാഗമായി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം തുറമുഖങ്ങളെ നവീകരിക്കും, തുറമുഖങ്ങളെ വികസിപ്പിക്കും. അതിലൂടെ പുതിയ ഗ്രീൻ ഫീൽഡ് തുറമുഖം എന്ത് ചെയ്യും? ഉണ്ടാക്കും. ഗ്രീൻ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം പ്രകൃതിയാണല്ലോ മക്കളെ. പ്രകൃതിയെ ഉപദ്രവിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പ്രകൃതി നമുക്ക് എന്ത് ചെയ്യും? പണി തരുന്നതായിരിക്കും. എന്താണ് പ്രകൃതി നമുക്ക് പണി തരിക? ഓക്കെ അല്ലെ? പണി നമ്പർ 1, പ്രകൃതിക്ഷോഭം, ഉരുൾപൊട്ടൽ. ഓക്കെ, എന്താ പറയാ, കാറ്റ്. ഓക്കെ, കാറ്റത്താടില്ലി കാറ്റാടി എന്നല്ല, കാറ്റത്തെന്ത് ചെയ്യും? പറന്നു പോകും ഈ കാറ്റാടി, ആകെ പ്രശ്നമാണ്. ഓക്കെ, പ്രളയം വരും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രകൃതിയെ നമ്മൾ ബഹുമാനിക്കണം. ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് എന്നാണ്. പ്രകൃതിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യൂ, പ്രകൃതി നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? റെസ്പെക്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന തുറമുഖങ്ങളുടെ പേരാണ് ഗ്രീൻ ഫീൽഡ് തുറമുഖം. 2, തുറമുഖ ബന്ധിത വ്യവസായവൽക്കരണം. എന്ന് വെച്ചാൽ എന്താ? വ്യവസായങ്ങൾ വളരും മക്കളെ, വളരും. ഒന്നാമത്തെ വ്യവസായം ഏതാ? എക്സിം. ഇപ്പൊ നിങ്ങൾക്ക് എക്സിം എന്താന്ന് വളരെ ഗംഭീരമായി മനസ്സിലായിട്ടുണ്ടാവും. എക്സിം എന്ന് വെച്ചാൽ എന്താ? എക്സ്പോർട്ട് ഇമ്പോർട്ട്. രണ്ടാമത്തെ എന്താ? ആഭ്യന്തര ചരക്ക് ഗതാഗതം, ലോജിസ്റ്റിക്സ്. ഓക്കെ, കഴിഞ്ഞ 2 ക്ലാസ്സുകൾ നമ്മൾ പറയുന്ന കാര്യമാണ് ലോജിസ്റ്റിക്. അതിന്റെ ഭാഗമായി വ്യവസായ ക്ലസ്റ്ററുകൾ എന്ത് ചെയ്യും? വളരുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് തുറമുഖ കണക്ടിവിറ്റി എന്ത് ചെയ്യുക? മെച്ചപ്പെടുത്തുക. ഓക്കെ, ഒരു തുറമുഖം എന്ന് പറഞ്ഞാൽ അതൊരു കടലിലായിരിക്കും അല്ലെങ്കിൽ ഒരു സമുദ്രത്തിലായിരിക്കും. സാർ എന്താ ഞങ്ങൾ ചെറിയ കുട്ടിയാണെന്ന് വിചാരിക്കുന്നത്? ചോട്ടി ബച്ചി ഹെക്ക. ഓക്കെ, അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്? അല്ല മക്കളെ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും കേക്ക്. ഒരു തുറമുഖം ഒരു കടലിലായിരിക്കും. ആ കടലിലേക്ക് പുഴ വന്ന് ചേരുന്നതായിരിക്കും. സാർ എന്താ 5ാം ക്ലാസ് എടുക്കുക? യെസ്. ആ പുഴയിലൂടെയുള്ള ആ ഗതാഗതത്തെ വിളിക്കുന്ന പേരാണ് ഉൾനാടൻ ജലഗതാഗതം. അപ്പോൾ തുറമുഖ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തണമെങ്കിൽ മക്കളെ ആദ്യം എന്ത് ചെയ്യണം? ഉൾനാടൻ ജലഗതാഗതത്തെ മെച്ചപ്പെടുത്തണം. ഓക്കെ, ഇതെല്ലാം മെച്ചപ്പെടുത്തി കണക്ടിവിറ്റി എന്താക്കുക? ബെറ്റർ ആക്കുക. സാഗർമാല പ്രോഗ്രാമായി അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? തീരദേശ സമൂഹ വികസനം നടത്തും. വേണ്ടേ? ഓക്കെ, ആ കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കടലമ്മയുടെ മക്കളെ നമ്മൾ മറക്കാൻ പറ്റുമോ? പറ്റില്ല. തീരദേശ ഷിപ്പിങ്ങും ഉൾനാടൻ ജലഗതാഗതം എന്ത് ചെയ്യണം? ബെറ്റർ ആക്കണം. ഇതൊക്കെയാണ് സാഗർമാല പ്രോഗ്രാമിന്റെ ഘടകങ്ങൾ. അപ്പൊ ഘടകങ്ങൾ ഓരോന്നായി പറഞ്ഞോ. 1, തുറമുഖ നവീകരണം, പുതിയ തുറമുഖങ്ങളുടെ വികസനം. 2, തുറമുഖ ബന്ധിത വ്യവസായവൽക്കരണം. 3, തുറമുഖ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുക. ഓക്കെ, 4, തീരദേശ സമൂഹ വികസനം. 5, തീരദേശ ഷിപ്പിങ്ങും ഉൾനാടൻ ജലഗതാഗതവും. ഓക്കെ, ഇതിന്റെ എല്ലാം ഭാഗമായി നമ്മൾ ഒരു പുതിയ പരിപാടി തുടങ്ങി. എപ്പോഴാ തുടങ്ങിയത്? 2021 മാർച്ചില്. സാറിനല്ല 2021 ഉള്ളത് മക്കളെ. ഇതിന്റെ ഇഫക്റ്റ് ഒക്കെ ഇപ്പോഴാണ് വരുന്നത്. ഓക്കെ,
സാഗർ തത് സമൃദ്ധി യോജന എന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. 2021 മാർച്ചിലാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയത്. മാരിടൈം ഇന്ത്യ വിഷൻ 2013 ഓക്കെ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി വരുന്ന സമയത്ത് 2021 മാർച്ചിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാഗർ തത് സമൃദ്ധി യോജന എന്നുകൊണ്ടൊരു പരിപാടി അവതരിപ്പിച്ചു. ഓക്കെ അല്ലെ സാർ, ഇത് ഈ സാഗർമാല പദ്ധതിയുടെ ഭാഗമാണോ? അതെ. ഓക്കെ, എന്താണ് ഈ പദ്ധതിയിൽ പറയുന്നത്? ഒന്ന്, തീരദേശ മേഖലയുടെ വെല്ലുവിളി എന്ത് ചെയ്യുക, മാറ്റുക. ഓക്കെ അല്ലേ? അങ്ങനെ അത് മാറ്റാൻ വേണ്ടിയിട്ട് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി ഈ പരിപാടിക്ക്, ഏത് പരിപാടിക്ക്, സാഗർ തത് സമൃദ്ധി യോജന എന്ന പരിപാടിക്ക് ഒരു രൂപരേഖ ഉണ്ടാക്കി. ഈ രൂപരേഖയിൽ 3,62,229 കോടി രൂപയുടെ എന്ത് ചെയ്തു, ചെലവ് വന്നിട്ട് 1049 പദ്ധതി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. സാർ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി? പരിപാടി നമ്പർ 1, തീരദേശ അടിസ്ഥാന സൗകര്യ വികസനം നമ്മൾ എന്ത് ചെയ്യും, വളർത്തുന്നതായിരിക്കും. പരിപാടി നമ്പർ 2, തീരദേശ ടൂറിസം എന്ത് ചെയ്യുന്നതായിരിക്കും, ബെറ്റർ ആക്കുന്നതായിരിക്കും. പരിപാടി നമ്പർ 3 ഓക്കെ, തീരദേശ വ്യവസായ വികസനം നമ്മൾ എന്ത് ചെയ്യും, നടത്തുന്നതായിരിക്കും. പരിപാടി നമ്പർ 4, തീരദേശ സമൂഹ വികസനം നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നടത്തുന്നതായിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് പരിപാടി? എല്ലാത്തിലും തീരദേശമുണ്ട്. പരിപാടി നമ്പർ 1 അടിസ്ഥാന സൗകര്യ വികസനം, പരിപാടി നമ്പർ 2 ടൂറിസം, പരിപാടി നമ്പർ 3 വ്യവസായ വികസനം, പരിപാടി നമ്പർ 4 സമൂഹ വികസനം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സാഗർ തത് സമൃദ്ധി യോജന എന്ന് പറയുന്ന പരിപാടി നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ എന്തൊക്കെ കഴിഞ്ഞു? 1 നമ്മൾ റോഡ് നോക്കി, 2 നമ്മൾ എന്ത് ചെയ്തു, കടൽ നോക്കി. ഇനി നമ്മൾ പറക്കാൻ പോവുകയാണ്. അതിന്റെ പരിപാടിയാണ് ഉഡാൻ. ഓക്കെ, ഉഡേ ദേശ് കാ ആം നാഗരിക്. നിങ്ങളിൽ എത്ര പേര് സൂര്യയുടെ സൂറായി പോട്ടർ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അതിൽ പറഞ്ഞിട്ടുള്ള അതേ പരിപാടി തന്നെയാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് ഇനി വിമാനത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം, വലിയ പൈസ കൊടുക്കണ്ട, ചെറിയ പൈസക്ക് എന്ത് ചെയ്യുക, വിമാനത്തിൽ എല്ലാവരെയും പറത്തുക. എയർ ട്രാവൽ വിൽ ബി മെയ്ഡ് അഫോർഡബിൾ ഫോർ കോമൺ പീപ്പിൾ എന്ന് വെച്ചാൽ സാധാരണക്കാർക്കും പറക്കാവുന്നതാണ്. അതിൽ നമ്മൾ സൂര്യ ചെയ്യാൻ പോകുന്നത് 1 രൂപയ്ക്ക് എന്ത് ചെയ്യും, ആളുകളെ പറത്തുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അതേപോലെയാണ് ഈ പരിപാടി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ജനുവരി 2017 നമ്മൾ എന്ത് ചെയ്തു, ആക്ച്വലി ഈ സ്കീമിന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് എന്ത് ചെയ്തു, പകർന്നു. ഓക്കെ, പകർന്നു എന്നല്ല, പറന്നു. ഓക്കെ, ഒരു തെറ്റേത് പോലീസുകാരനും പറ്റുമല്ലോ. ഓക്കെ, അങ്ങനെ ഇതാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ സാധാരണക്കാരെ പറപ്പിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, എൻഡവർ ടു മേക്ക് കോമൺ പീപ്പിൾ ഫ്ലൈ എന്ന് പറയുന്നൊരു പദ്ധതിയായിട്ട് ഉള്ളത്. ഇത് എന്തിന്റെ ഭാഗമാണ്? ഇതല്ല എന്തിന്റെ ഭാഗമാണ് സുഹൃത്തുക്കളെ? PM ഗതിശക്തിയുടെ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പോ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുക? ഒന്ന്, ഇത് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൽ നടത്തുന്നുണ്ടാവുക, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, ഏവിയേഷൻ മന്ത്രാലയം നടത്തുക 2016 ദേശീയ സിവിൽ ഏവിയേഷൻ നയത്തിന്റെ ഭാഗമാണ്. 10 വർഷമുണ്ട്, 10 വർഷം. 2016 എന്ന് പറഞ്ഞാൽ എത്രയായി? 2026 അപ്പൊ ഇത് കഴിയാൻ പോകുന്ന സമയമാണ്. അതാണ് കറണ്ട് അഫയറിൽ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഉഡാനൊക്കെ. ഓക്കെ അല്ലേ? അങ്ങനെ ഇന്ത്യയുടെ വിദൂര പ്രദേശങ്ങളിലേക്കും പ്രാദേശിക പ്രദേശങ്ങളിലേക്കും എന്ത് ചെയ്യും, നമ്മൾ ഇനി ഫ്ലൈറ്റിൽ പോകും. അങ്ങനെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ടൂറിസം വികസിക്കും, വ്യാപാരം വികസിക്കും, വാണിജ്യം വികസിക്കും. സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ ഉണ്ടാവുള്ളൂ, വിമാനയാത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതൽ എയർപോർട്ട് വരും. നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ടല്ലോ 4 എയർപോർട്ടുകൾ. ഓക്കെ അല്ലേ? ഏതൊക്കെയാ? തിരുവനന്തപുരം ഉണ്ട്, കൊച്ചി ഉണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്. നമ്മുടെ അവിടെ തന്നെ 4 എയർപോർട്ട് ഇല്ലേ? ഇന്ത്യ മുഴുവൻ എയർപോർട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ജോലി കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? തൊഴിലവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും എന്ത് കിട്ടി? ജോലി കിട്ടി. ഇന്ത്യ എന്തായി? ഇന്ത്യ സമൃദ്ധിയായി. ഓക്കെ, ആളുകളൊക്കെ പറഞ്ഞു എന്ത്, ഞങ്ങൾക്ക് ഇനി ജോലി വേണ്ട, മതി മതി എന്നെന്ത് ചെയ്യും, പറയുന്ന രീതിക്ക് നമ്മൾ ഈ പരിപാടി നടത്തും. സാറ് കുറച്ച് ഓവറാണ്. ഓക്കെ, കുറച്ച് ഓവറാണ്, ഡണ്ണല്ലേ? ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടി ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ, ക്ഷമിക്ക്. ഓക്കെ, അങ്ങനെ തൊഴിലവസരങ്ങൾ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഇപ്പൊ PM ഗതിശക്തി എന്ത് ചെയ്തിട്ടുണ്ട്, തീർന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത് എന്താ എന്റെ പേര്, നമ്മുടെ ടെലഗ്രാം ചാനൽ. ഓക്കെ, ചാനൽ @കിരൺ സ്റ്റഡി സർക്കിൾ 1 to 3 ഡിഗ്രി ലെവൽസിന് @കിരൺ സ്റ്റഡി സർക്കിൾ ഗ്രൂപ്പാണ്. എന്ത് കമന്റ് വേണമെങ്കിൽ ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ഗ്രൂപ്പിൽ വന്നിട്ട് എന്നോട് ചോദിക്കുക, ഡയറക്റ്റ് ആയും ചോദിക്കാം, ഗ്രൂപ്പിൽ കമന്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ അല്ലേ? നന്നായി പഠിക്കുക. ഇതേപോലൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.